പാലസ്തീൻ്റെ ഭരണം പലസ്തീനികൾക്ക് മാത്രമാണെന്നുള്ളതാണ് ഹമാസിൻ്റെ എക്കാലത്തെയും വാദം. പലസ്തീനികൾക്ക് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഹമാസ് ഇല്ലാത്തൊരു കാലത്താണെങ്കിൽ ടോണി ബ്ലെയർ മുൻ ബ്രിട്ടൻ പ്രധാനമന്ത്രിയാണ്, ബ്രിട്ടീഷ് UK പൗരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലസ്തീൻ സ്വദേശിയല്ല. അതുകൊണ്ട് ഇത്രയും കാരണങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനെ ഭയക്കുന്നുണ്ട് വലിയൊരു പലസ്തീനിലൊരു ഹമാസ് എന്ന് പറയുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ തീവ്രവാദി സമൂഹം ഇദ്ദേഹത്തിന് ഭയക്കുന്നുണ്ട് വല്ലാതെ. ലോകത്തിലെ സങ്കീർണമായിട്ടുള്ള പല പ്ലാനുകളുണ്ടായിരിക്കും, പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഈ പല പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ചില ആൾക്കാരുണ്ട്. അത്തരത്തിൽ അതുപോലെ ഒരു ചരിത്ര ദൗത്യമാണ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെയും ഇപ്പോൾ കാത്തിരിക്കുന്നത്. ചോര ഒരുപാട് ചിന്തപ്പെട്ട ഒരു ചരിത്രമാണല്ലോ പാലസ്തീനിലുള്ളത്. നമ്മൾ അത് എന്താണ് ലോകത്തിലെ നിന്നുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിട്ട് വിലയിരുത്തപ്പെടുന്ന ഒരു ഇതാണ് നൂറ്റാണ്ടുകളായിട്ടുള്ള ഈ പാലസ്തീനിലെ പരിഹാരമില്ലാത്ത പ്രശ്നം. അപ്പോൾ അതിന് പരിഹാരമെന്നോണമാണ് ഒരു ബ്ലെയർ പ്ലാനിലേക്ക് ഇപ്പോൾ ട്രംപ് കൊണ്ടുവരുന്നത്. അതിലേക്ക് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ഗസയിൽ കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഒരു 20 ഇന കരാർ അല്ലേ. അപ്പോൾ ആ കരാറിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടോണി ബ്ലെയറിൻ്റെ രംഗപ്രവേശവും ഉണ്ടാകുന്നത്. ഗസ യുദ്ധം തീർക്കുക ലക്ഷ്യമിട്ട് ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള 20 ഇന സമാധാന പദ്ധതി എന്ന് പറയുന്നത് അമേരിക്കൻ സമയം ഞായറാഴ്ച, അതായത് ഇന്നാണ് അമേരിക്കൻ സമയം ഞായറാഴ്ച വൈകിട്ട് 6-ന് മുമ്പ് അംഗീകരിക്കണമെന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.